മോളെ ഇതുകൂടി ഒന്ന് കഴുകണേ. അച്ഛൻ്റെ ഷർട്ടാ. എനിക്കാകെ ഒരു ദേഹത്തൊരു അസ്വസ്ഥത. ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. ആ പറയാമേ. ആ എന്ത് പറ്റി അമ്മേ? അയ്യോ എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. മോളെ കുഞ്ഞു തരുന്ന കേട്ടില്ലയോ? അവിടെ ഇവിടെ നിന്ന് കറങ്ങാതെ അതിന് വല്ലതും കൊടുക്കാൻ നോക്ക്. ഒരു കാപ്പി കൂടെ തരൂ. ഓ ഓ ഓ അവോ എന്തിനാ മോളെ കരയുന്നേ? കുറച്ചു മുമ്പല്ലേ നിനക്ക് ഞാൻ പാല് തന്നത്? നിന്റെ അമ്മ രണ്ടു തവണ വിളിച്ചായിരുന്നു കേട്ടോ. ഞാൻ എടുത്തൊന്നുമില്ല. അമ്മ എന്നെ വിളിച്ചായിരുന്നു. അച്ഛൻ പിന്നെ ഹോസ്പിറ്റലാണെന്ന്. കുഴപ്പമൊന്നും ഇല്ലെന്ന് അമ്മ പറഞ്ഞത്. അമ്മ വിളിച്ചത് കുറച്ച്. ഹലോ, പറയടാ. ഞാനിപ്പോൾ വീട്ടിലുണ്ട്. അവനോട് പറ നീ ചാവില്ലെന്ന് പറ. നീ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ശല്യങ്ങളാണ്. അല്ലെങ്കിലും എന്നെ കേൾക്കാൻ ആരും ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. കരയാതെ കരയാതെ. മോളെ ആ കട്ടൻ കിട്ടിയില്ല കേട്ടോ. ഇപ്പൊ തരാച്ച. ചായ ചായ. മോളെ ചായ ഇടുവാണേ എനിക്കൂടെ ഒരു ചായ തരണേ. എന്തോ ഇത് മാറുകയാണ്. ഹലോ. ആ അച്ഛൻ്റെ ഷർട്ടാ. എന്തുവാ ചേട്ടാ അലമാരിക്കുള്ളിലെ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്തിടുന്നേ? അഞ്ചലി നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് അലമാരിക്കകത്ത് ആവശ്യത്തോട് കുത്തിക്കയറ്റി വെക്കില്ലെന്ന്. ഇന്ന് വലിക്കാനാണ് ഒരു പെട്ടിട്ട് കട്ടിലടി വെച്ചേക്കുന്നത്. സാധനം വെച്ചാൽ കാണത്തില്ല. നിങ്ങൾ എന്തുവാ ഇവിടെ കിടന്ന് തപ്പുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറ. ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് എന്ത് ചെയ്യും? RC ബുക്കോ? ഇപ്പൊ എന്തിനാ RC ബുക്ക്? വേണം. ഒന്നൊരു വണ്ടി എടുത്തോണ്ട് പോകും. അല്ല പൈസ അടയ്ക്കണം. എന്റെ 5 പൈസ ഇല്ല. നിങ്ങൾക്ക് എന്താ നഷ്ടം? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാ വണ്ടി. ഈ കുഞ്ഞായതിനു ശേഷമാ എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതായത്. എന്നിട്ട് 1 മാസത്തെ അടവെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് പറയുന്നു നഷ്ടമാത്രേ നഷ്ടം, നഷ്ടമാത്രേ നഷ്ടം, എല്ലാം നഷ്ടം. നീ ഇപ്പൊ കഷ്ടപ്പാടിന്റെ കണക്കൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. എന്തുപടി എന്റെ അവസ്ഥ? ഈ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം നോക്കുന്നതോ? അത് തന്നെ. ഇത്ര നേരമായിട്ട് ഈ കുഞ്ഞു കിടന്ന് കറങ്ങിട്ട് ആരെങ്കിലും തെറ്റി നോക്കിയോ? എന്റെ അച്ഛനും അമ്മയോ? കേട്ടില്ലേ അവള് പറഞ്ഞേ? പഴിയല്ലേ ഇപ്പൊ നമ്മക്കിരിക്കുന്നു. നിന്റെ വണ്ടിയും കോപ്പൊന്നും എനിക്ക് വേണ്ട. നീ പറഞ്ഞില്ല നിന്റെ കാശ് ഞാൻ എടുത്തെന്ന്. ആ പൈസ ഇന്ന് തന്നെ തിരിച്ചു തരും. പേടപാട്.
ഒരു കാപ്പി തരണേ. ആ പിന്നെ എപ്പോഴും എപ്പോഴും കാപ്പി, വേറെ പണിയൊന്നുമില്ല. ശവം. ഡാ, എന്ത് വർത്താനാണോ അവള് പറഞ്ഞത്? കുഞ്ഞിനെ ആരാ അവിടെ നോക്കാത്തത്? കുഞ്ഞ് കരയുന്നുണ്ടെങ്കിലേ അതിന് സമയാസമയം ആഹാരം കൊടുക്കാൻ നോക്കണം. വെറുതെ കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ, അവർക്കറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാൻ. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇത്രയും നാൾ അവള് ജോലിക്ക് പോയല്ലേ ഇവന്റെ കാര്യം നോക്കിയത്. ഹലോ അമ്മ. അമ്മ അമ്മ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല അമ്മ. എന്നെ അമ്മ ഇവിടെ വന്നൊന്ന് കൂട്ടിക്കൊണ്ട് പോവാമോ? കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് നിന്നോട്ടെ. അമ്മ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കറിയത്തില്ല. എനിക്കല്പം സമാധാനം വേണം അമ്മ. അമ്മ പ്ലീസ് അമ്മ. അമ്മ അമ്മ ഞാൻ അമ്മ. ഇനി എല്ലാവരും കൂടെ എന്നെ വണ്ടി കൂടെ കുതിര കയറ്. കൊള്ളാം. അഞ്ജു, നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അവന് ജോലിയില്ല എന്നുള്ളത് അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ ഈ ജീവിതം തിരഞ്ഞെടുത്തത്. ഒരു കുഞ്ഞായപ്പോഴത്തേക്കും തുടങ്ങി. കൊള്ളാം. എടാ, നാളെ മുതലേ വേറെ പണിക്ക് പോക്കോണം. സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ പണിക്ക് പോകത്തുള്ളൂ മോൻ. എത്രയോ പേര് വേറെ പണിയെ ജീവിക്കുന്നു. നാണമില്ലടാ നിനക്ക്? ഞാൻ ഇവിടെ പല ജോലിക്കായിട്ട് ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പൊ ഇവിടുത്തെ എല്ലാവർക്കും സ്റ്റാറ്റസിന്റെ പ്രശ്നം. ഞാനെന്തോ ചെയ്യാന്? സ്റ്റാറ്റസും കെട്ടിപ്പിടിച്ചോണ്ടേ എൻ്റെ പൊന്നുമോൻ ഇവിടെ ഇരുന്നു കേട്ടോ. ഹലോ ഹലോ, രമേശൻ അവിടെ ഉണ്ടോ? ഒന്നെങ്കിൽ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാൻ പറ. ഒരു സുഹൃത്ത് വന്നതിൽ ഞാൻ അവരെ പൈസ കൊടുത്തത്, എന്നിട്ട് എന്നോട് അങ്ങനെ കാണിച്ചു. പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ അയച്ചു തന്നേരും. വീട്ടിലേക്ക് കയറി വരാൻ പറ്റാഞ്ഞിട്ടല്ലെന്ന്. മോളെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അച്ഛനൊരു ചായ എടുക്കോ? ചേട്ടാ, എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്ക് എന്തൊക്കെയോ എനിക്ക് കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കാമോ പ്ലീസ്? എനിക്ക് എന്തിനു പ്രശ്നമാണ്? അഹങ്കാരം അല്ല, വേറൊരു പ്രശ്നവും ഇല്ല. എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമോ പ്ലീസ്? ഹലോ ചേട്ടാ, എന്തിനോട് ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ എനിക്ക് ചിലപ്പോ മനസ്സമാധാനം എന്താ? കരയാന്നല്ലേ പറഞ്ഞത്? കരയാതെ അങ്ങനത്തെ പ്രശ്നം എന്നോട് തീർത്തോണം. എന്റെ കുഞ്ഞിനെ മണ്ടയ്ക്ക് കയറാൻ പോകണല്ലോ. ഇവക്കെന്താ ഭ്രാന്താണോ? ഇത്തിരി പോന്ന കുഞ്ഞിനോടാണോ ഇങ്ങനൊക്കെ കാണിക്കുന്നത്? ഞാനിന്നോട്ട് പെറ്റതാ. പോട്ടെ. എന്താ പാടാ ഇത്? രണ്ടുപേരുടെ പൊടിപ്പിച്ചനെ ഉണ്ടാക്കിയാണോ പരാക്രമം കാണിക്കുന്നത്? നാളെ വരെ നിനക്കൊക്കെ കിടത്ത് കൊച്ചിനെ കൊണ്ട് കിടത്താൻ. അടുത്തത്. ഹലോ, ഓ അളിയ, ഞാൻ പൈസ തരാം. നീ ഇങ്ങോട്ട് വിളിക്കല്ലേ. അതിനേക്കാളും വലിയ പ്രശ്നത്തിലേ ഞാൻ നിൽക്കുന്നു.
അച്ഛാ, അച്ഛൻ ചായ ചോദിച്ചില്ലേ? ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ. എന്താ അമ്മ ഇത്? അമ്മയുടെ കയ്യിൽ പാത്രങ്ങളൊന്നും നിൽക്കത്തില്ലേ? എപ്പോൾ തിരിഞ്ഞാലും ശബ്ദം. ഒന്നെങ്കിൽ കുഞ്ഞിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ടി വിയുടെ, അതും അല്ലെങ്കിൽ പാത്രങ്ങളുടെ. എന്താ ഇതിങ്ങനെ? ഇതൊരു കഷ്ടമായത്. അയ്യോ, കുഞ്ഞെന്തിയേ? ഡാ, ഈ മനുഷ്യ കൊച്ചിനെ കാണുന്നില്ല. കൊച്ചിനെ കാണുന്നില്ല. അവിടെ ഒന്നും ഇല്ല. എടാ, കുഞ്ഞിനെ അകത്തെങ്ങും കാണുന്നില്ല. ഇതാരാ കഥ തുറന്നിരിക്കുന്നത്? മോളെന്താ ഉറങ്ങാത്ത? അമ്മയ്ക്കതല്ലേ ദേഷ്യം? അച്ഛന് ചായ കൊടുത്തില്ല. ചായ കൊടുക്കണം. നീ അവളെ കണ്ടോ? അവളെന്തി? അവളാണ്ട് അടുക്കള വശത്തിരിക്കുന്നു. കുഞ്ഞെന്തിയെന്ന്? അമ്മ, കുഞ്ഞിനെ നോക്കാൻ ഇറങ്ങി പോടി. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. ഇവക്ക് എന്താ ഭ്രാന്താണോ? ഇത്തിരി പോന്ന കുഞ്ഞിനോടാണ് ഇങ്ങനത്തെ കാണിക്കുന്നത്. പാത്രങ്ങളൊന്നും നിൽക്കത്തില്ലേ? കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ ആഹാരം കൊടുക്കാൻ നോക്കണം. പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഒരു കുഞ്ഞായില്ല. കഷ്ടം. ചേട്ടാ, എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്ക് എന്തൊക്കെയോ എനിക്ക് കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കാമോ പ്ലീസ്?